സമരം തുടരുമെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. സമരം അവസാനിപ്പിക്കണമെന്ന് ഡയറക്ടർ അടക്കം നിരവധി തവണ ആവശ്യപ്പെട്ടു. അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ സമരം തൽക്കാലം അവസാനിപ്പിക്കണം. സ്റ്റേറ്റിൻ്റെ ചുമതലയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പം തൽക്കാലം അവസാനിപ്പിച്ച് ഇപ്പം കിട്ടിയതൊക്കെ, അതായത് ഈ ഓണറേറിയത്തിൻ്റെ നിബന്ധനയൊക്കെ എടുത്തു കളഞ്ഞല്ലോ വളരെ പോസിറ്റീവായിട്ട്, അപ്പോൾ ഇപ്പം കിട്ടിയതും കൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നീട് തൃപ്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വരാമല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ വന്നു, 38 ദിവസമായി ഈ ലോകം മുഴുവൻ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നാളെ മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അതിശക്തമായി തന്നെ ഞങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. തീർച്ചയായും മന്ത്രിതല ചർച്ച നടക്കുന്നെങ്കിൽ നടക്കട്ടെ. അതിനുള്ള ഒരു റിക്വസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പോകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞു, നിങ്ങൾ ഒരു മാസമായി ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, അതുകൊണ്ട് ആശാ വർക്കർമാർ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ജോലി ചെയ്യുമ്പോൾ കമ്പൽസറി സർവീസ്, കൂലി ചോദിക്കുമ്പോൾ വോളണ്ടിയർ, ഈ ഒരു വിരോധാഭാസം ഞങ്ങളവിടെ ചോദിച്ചു. അത് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതൊക്കെ അവർ കേട്ടിരുന്നു. അവർക്ക് കേൾക്കാതെ തരമില്ല എന്നുള്ളത് കൊണ്ട് അത് അംഗീകരിച്ചതായി തോന്നിയില്ല. പക്ഷേ എന്നാലും അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ വെറുതെ വന്ന് പറ്റിയ കൂട്ടങ്ങളല്ല എന്നുള്ള കാര്യം ആശാ വർക്കർമാർ, നമ്മുടെ സംസ്ഥാന സമിതിയിലെ അംഗങ്ങളാണ് ഞങ്ങളോടൊപ്പം വന്ന 2 പേരും, ഞങ്ങളോടൊപ്പം വന്ന 5 പേരും. ഈ സംസ്ഥാന സമിതി അംഗങ്ങൾ മുഴുവൻ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ വിശദമായി തന്നെ സംസാരിച്ചു. ഒരു കാര്യം മനസ്സിലായി, ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന ആശാ വർക്കർമാരല്ല ഈ സംഘടനയ്ക്കുള്ളതെന്ന് ഇന്ന് നമ്മുടെ അധികാരികൾക്കും ബോധ്യപ്പെടുന്നൊരു ദിവസം കൂടിയായി. ഈ ചർച്ച മാറി എന്നുള്ളൊരു പ്രയോജനം ഈ ചർച്ചയിലൂടെ ഉണ്ടായി. അതാണ് മറ്റൊരു കാര്യം. അപ്പം നാളെ രാവിലെ 11 മണിക്ക് നമുക്ക് നമ്മുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. ദിവസമായി ഈ പൊരിവെയിലത്തും ഈ പെരുമഴയത്തും ഇരിക്കുന്ന ആശാ വർക്കർമാർ നടത്തുന്ന അതിജീവന സമരം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ ഉതകുന്നതിനാണ് ഞങ്ങൾ കരുതുന്നത്. ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല. ആ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവായിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ചു പോകുമെന്ന പ്രഖ്യാപനം ഒരിക്കൽ കൂടി നടത്തുകയാണ്. ആശാ വർക്കർമാരോട് അവർ പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രിതലത്തിലുള്ള ഒരു ചർച്ചയിൽ അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരും. തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടാകണം സർക്കാരിൻ്റെ കയ്യിൽ. ഞങ്ങളിവിടെ ഈ സമരം ഇരുന്നതിന് ശേഷമാണ് ധാരാളം ആളുകൾക്ക് വലിയ തുക ശമ്പള വർധനമായിട്ട് കൊടുത്തത്, ആനുകൂല്യങ്ങളായിട്ട് കൊടുത്തത്. അതുകൊണ്ട് പണമില്ല എന്നത് ആശാ വർക്കർമാർക്ക് മാത്രം തരാൻ പണമില്ല എന്ന നിലയിലേക്ക് വരേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ ഈ സമരമുഖത്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഈ മാസത്തെ ഓണറേറിയം കൊടുത്തിട്ടില്ല. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുത്തിട്ടില്ല. ഫെബ്രുവരി മാസത്തെ ഓണറേറിയം വന്നു. 10 ദിവസം പണിയെടുത്തിട്ടാണ് ഇവിടെ ഈ ആശാ വർക്കർമാർ വന്നത്. അതുകൂടാതെ ഈ സമരമുഖത്തേക്ക് വന്ന ആശാ വർക്കർമാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ഓണറേറിയം കൊടുത്തിട്ടില്ല. ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കടുത്ത പ്രതിഷേധം അതിനകത്തുമുണ്ട്. ഇതടക്കമുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. എല്ലാ ചർച്ചയിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. 3 മണിക്കാണ് ഞങ്ങളത് തീരുമാനിക്കും. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും 100% പ്രതീക്ഷയാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഞങ്ങളുടെ ആവലാതികൾ വെക്കുന്നു. ആവലാതികൾ പരിഗണിച്ച് അതിന് നടപടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% പ്രതീക്ഷയുണ്ട്.